ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ലെസണാണ്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഒരു വൈസ് സേയിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസൻ്റെ പേര് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്നാണ്. നമ്മുടെ ജീവലോകം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾക്കിടയിലെ ഡൈവേഴ്സിറ്റി, വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തതകൾ. ഇവിടെ നമുക്കൊരു വൈസ് സേയിങ് തന്നിട്ടുണ്ട്. ട്രീ സ്റ്റാൻഡ് ഇൻ ദ സൺ ആൻഡ് ഗീവ് ഷെയ്ഡ് ടു അതേഴ്സ്. അതായത് മരങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് തണൽ തരുന്നു. ദെയർ ഫ്രൂട്ട്സ് ആർ ഓൾസോ ഫോർ അതേഴ്സ്. ആ മരങ്ങളുടെ ഫലങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. Likewise, good people bear all hardships and bring welfare to the others. അതുപോലെ തന്നെ നല്ല ആൾക്കാർ അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. They give to others whatever they had earned. അവരെന്തൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടോ, അവരെന്തൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കും. ആരാണ്? നല്ല വ്യക്തികൾ. നമുക്ക് ലെസണിലേക്ക് പോവാം. ഇറ്റ് ഈസ് പ്ലസൻറ്റ് മോർണിംഗ് ആഫ്റ്റർ യെസ്റ്റർഡേയ്സ് റിഫ്രഷിംഗ് റെയിൻ. മഴ കഴിഞ്ഞിട്ടുള്ള മോർണിംഗ് ആണ് പറയുന്നത് കേട്ടോ. ഡോക്ടർ രഘു ആൻഡ് മണിരാം ചാച്ച, അങ്കിളാണ്, ചാച്ച മീൻസ് അങ്കിൾ. മണിരാം അങ്കിളും ഡോക്ടർ രഘുവും കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ദ സ്കൂൾ ബൈ ദ സയൻസ് ടീച്ചർ മാഡം സുലേഖ ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എക്സൈറ്റിംഗ് നേച്ചർ വാക്ക്. സുലേഖ മാം എന്ത് ചെയ്തെന്നറിയാമോ? ഡോക്ടർ രഘുവിനെയും മണിരാം ചാച്ചയെയും ഒരു എക്സൈറ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചർ വാക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഡോക്ടർ രഘു ഈസ് എ സയൻറ്റിസ്റ്റ് at the nearby research laboratory and Maniram Racha is a elderly person from a nearby community. ഡോക്ടർ രഘു എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റാണ്. അവരുടെ സ്കൂളിന് തൊട്ടടുത്തുള്ള റിസർച്ച് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. മണിരാം ചാച്ചയാണെങ്കിൽ അവിടുത്തെ ഒരു എൽഡർലി, ഒരു പ്രായം ചെന്ന വ്യക്തിയാണ്. മണിരാം ചാച്ച ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ മിമിക്കിംഗ് ബേർഡ് കോൾസ്. അതെ, ബേർഡ്സിൻ്റെ ചിർപ്പിംഗ് അല്ലേ, ബേർഡ്സിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ നമ്മുടെ മണിറാം ചാച്ച ഭയങ്കര മിടുക്കനായിരുന്നു. ഹീ ഈസ് ഓൾസോ ബ്രില്യൻറ്റ് അറ്റ് ഐഡൻറ്റിഫൈങ് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനെയും കുറിച്ച് അറിയാം. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു, കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ടു പ്രിപ്പയർ ദം ഫോർ ദ നേച്ചർ വർക്ക്, ഡോക്ടർ രഘു informed the students that the objectives of this work is to experience the beauty and variety of the plants and animals in the nature. നമുക്കറിയാലോ നേച്ചർ വോക്കിൻ്റെ പ്രത്യേകത എന്താ? നേച്ചറിൽ കാണുന്ന പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേച്ചർ വോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ രഘു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത് നമ്മൾ പോകുമ്പം നേച്ചറിൽ എന്തൊക്കെ സൗന്ദര്യമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ കാണാൻ പറ്റും, അതിൻ്റെ റെലവൻസും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നേ. ദ സ്റ്റുഡൻസ് ആർ എക്സൈറ്റഡ് ടു ജോയിൻ ദം. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത്. ദേ ആർ ക്യൂരിയസ് ടു ഇൻട്രാക്ട് ആൻഡ് ലേൺ ഫ്രം ദം. അവരിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? ക്യൂരിയോസിറ്റി. എന്താണ് ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ? ജിജ്ഞാസയുള്ളവർ, അറിയാൻ ആഗ്രഹമുള്ള. ദ ടീച്ചർ അഡ്വൈസസ് ദ സ്റ്റുഡൻസ് ടു ക്യാരി എ നോട്ട്ബുക്ക്, എ പെൻ ആൻഡ് വാട്ടർ ബോട്ടിൽ. ടീച്ചർ എന്തൊക്കെ കൂടെ കൂട്ടാനാണ് പറഞ്ഞത്? ഒരു കുട്ടി നോട്ട്ബുക്കും എടുക്കണം, പേനായും വെള്ളവും എല്ലാവരും എടുക്കാൻ ടീച്ചർ അഡ്വൈസ് ചെയ്തിരുന്നു, ഉപദേശിച്ചിരുന്നു. ആസ് ദേ വാക്ക് they begin exploring the plants and animals around them. Dr. Raghu advises the students to notice the variety of smells of the park, of emphasizing respecting all living creatures and observing them without disturbing. ഡോക്ടർ രഘു പറഞ്ഞു, ഈ പാർക്കിലൂടെ ഇവർ നേച്ചർ വോക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ടായിരിക്കും അല്ലേ, അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ രഘു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിരാം ചാച്ച ടെൽസ് ദ സ്റ്റുഡൻസ് ടു നോട്ട് ഓൺലി ഒബ്സർവ് different
plants and animals, but also to carefully listen to the different sounds. മണിരാം ചാച്ചയ്ക്ക് ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. സോ അതുകൊണ്ട് അദ്ദേഹം പറയാണ് നിങ്ങൾ ഈ സൗണ്ടൂടെ കേൾക്കണം നേച്ചർ വോക്ക് ചെയ്യുമ്പോൾ. And the students come across a variety of plants including grasses, bushes, large trees. കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചതെന്ന് നോക്കിയാൽ ഗ്രാസസ് ഉണ്ടായിരുന്നു, ബുഷസ് കുറ്റിച്ചെടികളുണ്ടായിരുന്നു, വലിയ മരങ്ങളുണ്ടായിരുന്നു. അവരിതെല്ലാം കണ്ടുകൊണ്ട് പോവാണേ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ബേർഡ്സ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ, ബട്ടർഫ്ലൈസ് മൂവിങ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ആൻഡ് monkeys ജമ്പിങ് ഫ്രം വൺ ട്രീ ടു അനദർ. അങ്ങനെ എന്തൊക്കെ കാണാൻ പറ്റി അവർക്കല്ലേ. ഫ്ലവേഴ്സിലിരിക്കുന്ന ബട്ടർഫ്ലൈസിനേത്, ബ്രാഞ്ചിലിരിക്കുന്ന ബേർഡ്സ്, മരത്തിലൊക്കെ ഇരിക്കുന്ന ബേർഡ്സ്, മങ്കീസ് ചാടുന്നു ഒക്കെ അവർ കണ്ടു. ദേ റെക്കോർഡ് ദിയർ ഒബ്സർവേഷൻ ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് ഡിസ്കസ് ദം വിത്ത് ഡോക്ടർ രഘു ആൻഡ് മണിരാം ചാച്ച. അവർ നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇതെല്ലാം പാർത്തുകയും പിന്നെ അവരുടെ ഡൗട്ടൊക്കെ ഡോക്ടർ രഘുവിനോടും മണിരാം ചാച്ചയോടും ചോദിക്കുകയും ചെയ്യാൻ പറ്റും. വാവ്, ഇറ്റ്സ് ആൻ അമേസിങ് ഹൗ ഈച്ച് ബേർഡ് ഹാസ് ഓൺ ഇറ്റ്സ് ഓൺ യുണീക്ക് ചെർപ്പ്. ചെർപ്പ് എന്ന് പറഞ്ഞാൽ ചിലയ്ക്കുക എന്നാണ്. അപ്പോൾ ഓരോ ബേർഡ്സിനും ഓരോ സൗണ്ട് അല്ലേ. നമുക്ക് ചില ബേർഡ്സിൻ്റെ, മിക്കവാറും എല്ലാ ബേർഡ്സിൻ്റെയും സൗണ്ട് കേട്ടാൽ നമുക്കറിയാം അല്ലേ ഇന്ന ബേർഡ് ആകുന്നേ. ദ സ്റ്റുഡൻസ് ക്യാൻ ഹിയർ ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്. ഡോക്ടർ രഘു ഇൻഫോം ദാറ്റ് ഈച്ച് ബേർഡ് ഹാസ് യുണീക്ക് ചെർപ്പ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയാണത്. അതായത് ഓരോ ബേർഡ്സിനും പ്രത്യേകം സൗണ്ട് ഉണ്ട്. ഡോക്ടർ രഘു റിക്വസ്റ്റ് മണിറാം ചാച്ച ടു മിമിക് കോൾസ് ഓഫ് സം ബേർഡ്സ്. മണിറാം ചാച്ച ഡോക്ടർ രഘു പറയുകയാണ് അദ്ദേഹത്തിന് നല്ലപോലെ ബേർഡ്സിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ. മണിറാം ചാച്ച മിമിക്സ് ഡിഫറെൻറ്റ് ബേർഡ് കോൾസ്. ദ സ്റ്റുഡൻസ് എൻതൂസിയാസ്റ്റിക്കലി സ്റ്റാർട്ട് കോപ്പി ഹിം. നമ്മൾ മണിറാം ചാച്ച ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പം കുട്ടികളും സൗണ്ട് അത് കേട്ടിട്ടുണ്ടാക്കി. നമുക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹാവ് യു എവർ ഒബ്സർവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് യു? ഷെയർ ദ ആൻഡ് ഡിസ്കസ് ദ ഒബ്സർവേഷൻസ്. നോക്കി, നിങ്ങളിതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. യു ക്യാൻ കളക്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോളൻ ലീവ്സ് ഓർ ഫ്ലവേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ സ്ക്രാപ്പ് ബുക്ക്. സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഈ ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ പൂക്കളും ഒക്കെ നമ്മൾ ശേഖരിച്ച് ഒരു ബുക്കിലേക്ക് വെക്കുന്നതിനാണ് നമ്മൾ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത്. അതത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുത്തിട്ട്, നല്ല കട്ടിയുള്ള ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിൻ്റെ ഈച്ച് പേജസിലായിട്ട് ഇതുപോലെയുള്ള ലീവ്സ് ആണെങ്കിൽ ലീവ്സ്, ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ് എടുത്ത് വെക്കുക. അതിനുശേഷം ഇത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഇതിന് മുകളിൽ നല്ലൊരു വെയിറ്റ് വെക്കുക. ആഫ്റ്റർ 1 വീക്ക് നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. പിന്നെ ഒത്തിരി വെള്ളമയമുള്ള ലീഫോ ഫ്ലവറോ ഒന്നും വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉണങ്ങി കിട്ടാൻ നമുക്ക് പാടായിരിക്കും. അപ്പോൾ അല്ലാത്ത വെള്ളമയമൊന്നും ഇല്ലാത്ത ലീവ്സൊക്കെ എടുത്ത് വേണം വയ്ക്കാൻ. Take care of the plants and animals in nature. Ensure that you do not disturb the plants and animals in the park. Do not pluck leaves and flowers. അത് നമുക്ക് ഒരു ജനറൽ ഇൻസ്ട്രക്ഷനാണ്. മറ്റ് ഉള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒന്നും നമ്മൾ ഒരിക്കലും നോവിക്കാൻ പാടില്ല. ഫ്ലവേഴ്സ് പിഞ്ചാൻ പാടില്ല. Record your observations in the table to about the features of the stem, leaves, flowers and anything interesting in the various plants. ഇനി നമുക്ക് ഓരോ പ്ലാന്റിനെ കാണുമ്പോഴും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ. അതിൻ്റെ സ്റ്റെമ്മിന് വ്യത്യാസം ഉണ്ടായിരിക്കും, ലീവ്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും, ചിലതിനൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാവും, ചിലതിന് ഫ്ലവേഴ്സ് ഇല്ലായിരിക്കും. ഇപ്പോൾ ഇവിടെ 3 പിക്ചർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 3 ടൈപ്പ് പ്ലാന്റ്സിൻ്റെ. ഇനി നമുക്ക് കുറച്ച് ഒബ്സർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ക്ലാസ് 6 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്നും ആരുടെയും കോപ്പി ചെയ്യില്ല, തനിയെ ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ ലോക്കൽ നെയിം ഓഫ് എ പ്ലാന്റ്. സാധാരണ ഉള്ള അതിൻ്റെ പേര് കോമൺ ഗ്രാസ് നമ്മൾ പറയത്തില്ലേ, പുല്ല്. അതിൻ്റെ സ്റ്റെം സോഫ്റ്റ് ആൻഡ് തിന്നാണ്. വളരെ സോഫ്റ്റും തിന്നുമായിട്ടുള്ള കനം കുറഞ്ഞ സ്റ്റെമ്മാണ് അതിനുള്ള. സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ട്. ലീവ്സ്, എങ്ങനത്തെ ലീവ്സ് ആണ് പറയുന്നത്? നോക്കിയേ, സിംഗിൾ ലീഫ് ഗ്രോസ് ഓൾട്ടർനേറ്റ്ലി ഫ്രം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ദ സ്റ്റെം. ഇതാ ഇവിടെ കണ്ടോ, ഓരോ ലീഫും ഏതെങ്കിലും ഒരു ഭാഗത്തൊന്നും അല്ല, അത് ഒരുമിച്ചൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ദെൻ ഫ്ലവേഴ്സ്. ഗ്രാസിന് ഫ്ലവേഴ്സ് ഉണ്ടോ? ഇല്ല അല്ലേ.
ഗ്രീൻ ലീവ്സ്. എനി അതർ ഒബ്സർവേഷൻ ആൻഡ് ഫീച്ചേഴ്സ്, നല്ല പച്ച ഇലകളായിരിക്കും. പിന്നെ തുളസി, ഹാർഡ് ആൻഡ് തിൻ, തുളസിക്ക് ഇച്ചിരൂടെ കട്ടിയുള്ള കനം കുറഞ്ഞ സ്റ്റെമ്മാണ്, തണ്ടാണുള്ളത്. അറേഞ്ച്മെൻറ്റ് ഓഫ് പെയർ ഓഫ് ലീവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്, അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെയായിരിക്കും ലീവ്സ് ഉണ്ടായിരിക്കുന്നത്. അതിന് പിങ്കിഷ് പർപ്പിളായിട്ടുള്ള എന്തുണ്ട്, ഫ്ലവേഴ്സും ഉണ്ട്. മറ്റ് ഫീച്ചേഴ്സ് ഇതന്നെ നമുക്ക് എഴുതാം. ഗ്രീൻ ലീവ്സ് ആണ് തുളസിക്ക്. ചിലതിനാണെങ്കിൽ ഒരു ചെറിയ വയലറ്റ് ഓർ പർപ്പിൾ ലീവ്സ് ഉള്ളതുകൊണ്ട്, പർപ്പിൾ ലീവ്സ് ഉള്ള എന്തുകൊണ്ട് തുളസിയുമുണ്ട്. അടുത്ത നോക്കി, ഹിബിസ്കസ്. അതിൻ്റെ ഹാർഡായിരിക്കും, അതിൻ്റെ ഇലകൾ എങ്ങനെ ആയിരിക്കും, അറേഞ്ച്മെൻറ്റ് ഓഫ് പെയർ ഓഫ് ലീവ്സ് തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, അതോ സിംഗിൾ ലീഫ് ആണോ എന്ന്. ഫ്ലവേഴ്സ് എങ്ങനെയാണ്, റെഡ് കളറുണ്ട് അല്ലേ, പല കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, പിങ്ക് കളറുണ്ട്, പിന്നെന്താ അതിൻ്റെ ലീവ്സ് ഗ്രീൻ കളർ ലീവ്സ് ആണ് അല്ലേ. നീം ഹാർഡ് ആൻഡ് തിക്കാണ്. പിന്നെ അതിൻ്റെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം, നീമിന് ഫ്ലവേഴ്സ് ഇല്ല, ലീവ്സ് വിത്ത് സ്മൂത്ത് സർഫസ്, അത് നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ലീവ്സിനൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ അതും എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ പ്ലാന്റ്സിൻ്റെയൊക്കെ പേര് അവിടെ എഴുതാം. നെക്സ്റ്റ്, വാട്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ് അമംഗ് ദ പ്ലാന്റ്സ് യു ഒബ്സർവ്ഡ്. ഇനി നമ്മൾ ഒബ്സർവ് ചെയ്ത ഓരോ പ്ലാന്റിൻ്റെയും വ്യത്യാസങ്ങളാണ് ചോദിക്കുന്നത്. ടോൾ ആയിരിക്കും ചില ഷോർട്ടായിരിക്കും. ഹാർഡ് ഓർ സോഫ്റ്റ് സ്റ്റെം, തണ്ടിന് കട്ടി കൂടിയതുണ്ട്, കട്ടി കുറഞ്ഞതുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് ദ ലീവ്സ് ആൻഡ് ദിയർ അറേഞ്ച്മെൻറ്റ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ചസിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിലേക്ക് അതിൻ്റെ ലീവ്സിൻ്റെ അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം, അല്ലെങ്കിൽ ലീവ്സിൻ്റെ ഷേപ്പ് വ്യത്യാസം, ഫ്ലവേഴ്സിൻ്റെ കളറ്, ഷേപ്പ്, മണം. സെൻറ്റ് മീൻസ് മണം. ഇതെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. നൗ ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ആനിമൽസ് യു ഒബ്സർവ് ഡ്യൂറിങ് ദ വാക്ക് ഫ്രം യുവർ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഇനി അതുപോലെ നമ്മൾ കുറച്ച് ആനിമൽസിനെ ഒബ്സർവ് ചെയ്യണേ. അതിൻ്റെ ഒബ്സർവേഷനുകളാണ് ക്രോ ആൻഡ് കൗ, എനി അതർ. അപ്പം പ്ലേസ് വെയർ ദേ ലീവ്, അവരെവിടെയാണ് താമസിക്കുന്നത്. ക്രോ ആണെങ്കിൽ എവിടെയാണ്, ട്രീയിൽ. ഫുഡ് ഇൻസെക്ട്സിനെയാണോ കഴിക്കുന്നത്. ദ വേ ദേ മൂവ്, ഫ്ലൈ ആൻഡ് വോക്ക് അല്ലേ. എനി അതർ ഒബ്സർവേഷൻ, ക്യാരിങ് എ ട്വിഗ് ഇൻ ഇറ്റ്സ് ബീക്ക്. അപ്പം നമ്മളെ കാണുമ്പം എന്നതിൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചുള്ളിക്കമ്പുണ്ടായിരുന്നു. ആൻഡാണ് നെസ്റ്റ് ഇൻ സോയിൽ ഓർ ബറോ, ഒരു ചെറിയ കുഴികളിലാണ്. ലീവ്സ്, സീഡ്സ് ആൻഡ് ഇൻസെക്ട്സിനെയാണ് അത് കഴിക്കുന്നത്. അതെന്താണ് ചെയ്യുന്നത്, വോക്ക് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹാവ് 6 legs, 6 കാലുകളുണ്ട് ഉറുമ്പിന്. ഇനി കൗ ആണെങ്കിലോ, പ്ലേസ് വെയർ ദേ ലീവ്, അവർ കൗഷെഡ് അല്ലേ, കൗഷെഡിലാണ് താമസിക്കുന്നത്, കൗഷെഡ്. പിന്നെ ഗ്രാസ് ലീവ്സാണ് അത് കഴിക്കുന്നത്. അത് എന്താ ചെയ്യുന്നത്, ഇതും വോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ വേണമെങ്കിൽ ഹാവ് 4 legs എന്ന് എഴുതാം, ഹാവ് എ ഗുഡ് ടെയിൽ എന്ന് എഴുതാം. അതുപോലെ തന്നെ മങ്കി, എനി അതർ എന്നുള്ളിടത്ത് നമുക്ക് മങ്കി എഴുതാം. അത് ട്രീയിലാണ് താമസിക്കുന്നത്. ഫുഡ് എന്തൊക്കെയാണ്, ബനാന ഒക്കെയാണ് കഴിക്കുന്നത്. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അത് വോക്ക് ചെയ്യും, ജമ്പ് ചെയ്യും അല്ലേ, അതൊക്കെ ചെയ്യും. പിന്നെ ഇനി അതർ ഒബ്സർവേഷൻ, ഇറ്റ് ക്യാൻ ക്ലൈംബ് ദ ട്രീ, അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമംഗ് ദ ആനിമൽസ് that you observe and record in table? You would have observed that some animals live on land, some animals live on trees, birds live on trees, fish live in water, and some animals like frogs like land as well as in water. Animals also have variety of food they consume a moment they exhibit. ഇനി നമ്മളിപ്പം ആദ്യം നമ്മൾ പ്ലാന്റ്സിൻ്റെ പറഞ്ഞത്, അതിൻ്റെ വെറൈറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ സ്റ്റെമ്മിന് കട്ടി കൂടുതലുണ്ട്, കട്ടി കുറഞ്ഞുണ്ട്, ലീവ്സിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ആനിമൽസിനുമുണ്ട്. ചില ആനിമൽസ് ലാൻഡിലാണ് താമസിക്കുന്നത്, ചിലതോ ട്രീയിലാണ്, ചിലതാണെങ്കിലോ ബേർഡ്സൊക്കെ ട്രീയിലാണ് താമസിക്കുന്നത് അല്ലേ. ചിലരാണ് വെള്ളത്തിലാണ്, ഫിഷൊക്കെ വെള്ളത്തിലാണ്, ഫ്രോഗ് ലാൻഡിലും വാട്ടറിലും. അതായത് അതിനെ ആംഫീബിയൻസ് എന്നാണ് പറയുന്നത്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും. ആംഫീബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഭയജീവികളെന്ന് പറയും. അതായത് 2 വെള്ളത്തിലും കരയിലും ജീവിക്കും.
പിന്നെ അതുപോലെ ആനിമൽസ് ആർ വെറൈറ്റി ഓഫ് ഫുഡ്, അതുപോലെ അവർ കഴിക്കുന്ന ആഹാരം അതും വ്യത്യാസം ഓരോ ആനിമലും. സ്കെച്ച് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒബ്സർവ് ബൈ യു ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് പ്രിപ്പയർ സ്ക്രാപ്പ് ബുക്ക് വിത്ത് ലീവ്സ്, ഫ്ലവേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ഫെദേഴ്സ് ഫ്രം ആനിമൽസ്. ഫെദേഴ്സ് ഫ്രം ആനിമൽസ് റൈറ്റ് ഓൾ ദ, നമ്മൾ ഫെദേഴ്സ് ഫ്രം ആനിമൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫെദേഴ്സ് എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ബേർഡ്സിനെ കുറിച്ച്, ബേർഡ്സിൻ്റെ തൂവലുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ക്രാപ്പ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് തൂവൽ വെച്ചിട്ടും ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് തൂവൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി, അപ്പം അതെങ്ങും പോകത്തില്ല. ലീവ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കും സ്ക്രാപ്പ് ബുക്കിൽ. വൈൽ ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം സ്കൂൾ ഒബ്സർവ് യുവർ സറൗണ്ടിങ്. ഇനി നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ നിങ്ങൾ ചുറ്റുപാടും ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു ആക്ടിവിറ്റി ഉണ്ട്. Close your eyes for 30 seconds and think of one plant and one animal that you closely observed and have appreciated very much. നിങ്ങളൊരു 30 സെക്കൻഡ് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്ലാന്റ്സിൻ്റെയോ ആനിമലിൻ്റെയോ പേര് ഓർക്കുക. Now each one of you have draw the plant and animal that you thought of in blackboard. അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആനിമലിൻ്റെയോ പ്ലാന്റിൻ്റെയോ പടം എവിടെ വരയ്ക്കുക? ബോർഡിൽ വരയ്ക്കുക. ആൻഡ് വാട്ട് യു ഒബ്സർവേഷൻസ് ദറ്റ് വേരിയസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബീൻ ഡ്രോൺ. നോക്കി, അങ്ങനെ പല തരത്തിലുള്ള ആനിമൽസിനെയോ അല്ലെങ്കിൽ ബേർഡ്സിനെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയോ ഒക്കെ നമ്മളിങ്ങനെ ബോർഡിലേക്ക് വരച്ചെടുക്കുകയാണേ. ഹൗ മെനി ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് ദ എൻറ്റയർ ക്ലാസ് ഡ്രോ? അല്ലേ, എന്തൊക്കെ എല്ലാവരും ഒരേ പ്ലാനിനെയാണ് വരയ്ക്കുന്നത്, അല്ല ഡിഫറെൻ്റ് ആയിട്ട് അവർ വരയ്ക്കും. ഡു യു തിങ്ക് ദാറ്റ് there may be many more varieties of plants and animals other than those drawn in the board? ബോർഡെ വരച്ച് തന്നെ അല്ലാതെ വേറെ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ. The variety of plants and animals found in a particular region contributes to the biodiversity of that region. അതായത് ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തെ പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഒരു പ്രത്യേക ഏരിയയിലുള്ളതിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദാറ്റ് റീജിയൻ എന്ന് പറയും. ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു പോയിന്റ് കേട്ടോ, ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ റീജിയൻ, ആ സ്ഥലത്തെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈച്ച് മെമ്പർ ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് റീജിയൻ ഹാസ് എ ഡിഫറെൻറ്റ് റോൾ ടു പ്ലേ. പിന്നെ നമ്മൾ വിചാരിക്കും ബയോഡൈവേഴ്സിറ്റിയിൽ ഒരു പ്ലാന്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഒന്നും അല്ല, ഒരു ആനിമലിന് മാത്രമേ ഇമ്പോർട്ടൻസ്, അങ്ങനല്ല, എല്ലാത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം. ട്രീസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഷെൽട്ടർ ടു സം ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസ് ഹെൽപ്പ് സ്പ്രെഡിങ് സീഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് സോ ഓൺ. അതായത് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആനിമൽസ് ഉള്ളൂ അല്ലേ. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ആരാ കഴിക്കുന്നത്? ആനിമൽസ്. ആനിമൽസ് ഇങ്ങനെ കഴിക്കുന്ന ഫ്രൂട്ട്സ് അതിൻ്റെ സീഡ്സ് അവിടെ ഇവിടെ ഇട്ടിട്ടാണ് എന്ത് കിട്ടുന്നത്? പിന്നെയും വേറെ പ്ലാന്റ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പം സ്കുരലില്ലേ, അണ്ണാനാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ നട്ട്സൊക്കെ കഴിച്ചിട്ട് അണ്ണാനാണെങ്കിൽ ചില ബാക്കി വരുന്നതൊക്കെ കുഴിച്ചിടും. അപ്പോൾ അങ്ങനെ കുഴിച്ചിടുമ്പം അണ്ണാൻ പക്ഷേ പ്രശ്നമുള്ള എന്താണെന്ന് പറയുമ്പോൾ അണ്ണാന് ഭയങ്കര മറവിയാണ്. അണ്ണാൻ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവും. അവിടെ മഴ പെയ്യുമ്പോൾ ഈ നട്ട്സോ ഈ സീഡ്സോ ഒക്കെ കിളിച്ച് വരും. അതുപോലെ ബേർഡ്സൊക്കെ തിന്നിട്ട് അത് കാഷ്ടിച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് വേസ്റ്റ് പോകുമ്പോൾ എന്താണ്, ആ വേസ്റ്റിൽ ഈ സീഡ്സൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കിളിക്കും. മനസ്സിലായോ? അപ്പോൾ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൗ ടു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എങ്ങനെയാണ് പ്ലാന്റ്സിനെ ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹൗ വുഡ് യു അറേഞ്ച് യുവർ ബുക്സ് ആൻഡ് നോട്ട് ബുക്സ് ഇൻ എ ഗ്രൂപ്പ്? വുഡ് യു അറേഞ്ച് ദം ഇൻ ദ ഗ്രൂപ്പ് ഹെൽപ്പ് യുവർ ബെറ്റർ ഓർഗനൈസ് യുവർ സ്കൂൾ ബാഗ്? നമ്മൾ ബുക്കും പുസ്തകമൊക്കെ എങ്ങനെ അടുക്കുന്നത്? നോട്ട് ബുക്ക് ഒരിടത്തെ, ടെക്സ്റ്റ് ബുക്ക് ഒരിടത്ത്, വർക്ക് ബുക്ക് ഒരിടത്ത്, റഫ് ബുക്ക് ഒരിടത്ത്, അങ്ങനെയല്ലേ? അല്ല, എല്ലാം കൂടെ വലിച്ചു വാരിയല്ലോ ഇടുന്നത്. Now let us look at the world around us. We are surrounded by variety of plants and animals, different features about you have learned in this section. We can group them in the basis similarities and differences among them. ഇനി ഈ പ്ലാന്റ്സിനെ ആനിമൽസിനെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം അതിൻ്റെ സിമിലാരിറ്റി അനുസരിച്ച്. നോക്കാം. കളക്ട് പിക്ചേഴ്സ് ഓഫ് വേരിയസ് അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. Cut their pictures from old magazines, newspapers, charts and sources. Paste each of them pictures in the different card.
ഇനി പഴയ മാഗസിനിൽ നിന്നോ ന്യൂസ് പേപ്പറിൽ നിന്നോ നോക്കിയുള്ള പിക്ചേഴ്സ് ഏതിൻ്റെയാണ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പല പേസ് ചെയ്യുക, പല പല ചെറിയ ചെറിയ കാർഡ്സിലേക്ക്. ഡിവൈഡ് യുവർ ക്ലാസ് ഇൻറ്റു 5 to 6 സ്റ്റുഡൻസ്. ഒരു ഗ്രൂപ്പിൽ 5-6 പേര് വെച്ചുള്ള ഗ്രൂപ്പുകളായിട്ട് മാറുക. പൂൾ ദ കാർഡ്സ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റുഡൻറ്റ് ഇൻ ദ group. Observe various features of plants and animals shown in the card. Recall the features of plants and animals that you have listed in the table. Group them in the basis of common features. ഇനി നമ്മൾ പറയുന്നത് ഈ പിക്ചേഴ്സ് ഒട്ടിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതിനെ ഓരോ ഗ്രൂപ്പാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹാർഡ് സ്റ്റെം ഉള്ള എല്ലാം കൂടെ ഒരുമിച്ച്, സോഫ്റ്റ് സ്റ്റെം ഉള്ള എല്ലാം കൂടെ ഒരുമിച്ച്, ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഒരുമിച്ച്, ഫ്ലവേഴ്സ് ഇല്ലാത്ത, അങ്ങനെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. ഷെയർ ആൻഡ് ഡിസ്കസ് ദ ബേസ് ഓഫ് ഗ്രൂപ്പിംഗ്. ഇങ്ങനെ എന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുക കേട്ടോ. You will be surprised to see that the basis used by different groups may vary. What do you think the reasons behind it? Different students might have chosen different common features for grouping. For example, some students may have chosen the height of the plant as the basis of grouping. Others might chosen the presence or absence of flowers. ഇനി നമ്മൾ ഓരോരുത്തരും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരും അല്ലേ. ചിലതാണ് ടോൾ പ്ലാന്റ്സ് മാത്രമാണ് എടുക്കുന്നത്, ഹൈറ്റ്. ചിലതാണ് ഫ്ലവേഴ്സ്, ഞാൻ പറഞ്ഞില്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഇല്ലാത്തത്. ചിലതാണ് ഹാർഡ് സ്റ്റെം, സോഫ്റ്റ് സ്റ്റെം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ വ്യത്യാസമായിട്ടാണ് വരുന്നത്. ഇപ്പം നോക്കി, ഇവർ 2 രീതിയിലാണ് ചെയ്തത്. പ്രസൻസ് ഓഫ് ആബ്സെൻറ്റ് ഓഫ് ഫ്ലവർ, സോഫ്റ്റ് ആൻഡ് ഹാർഡ് സ്റ്റെമ്മും. ഇനി ആനിമൽസിനെ എങ്ങനെയാണ്? ഈറ്റിംഗ് ഹാബിറ്റ്സ് വെച്ചാണ്, അല്ലെ പ്ലേസ് ദേ ലിവ്. ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്താ, ഏത് പ്ലാന്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഏത് ഇൻസെക്ട്സിനെയാണോ കഴിക്കുന്നത്, അല്ലെ ആനിമൽസിനെയാണോ കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈറ്റിംഗ് ഹാബിറ്റ്സ് വെച്ച് നോക്കിയത്. അല്ലെ അവർ പ്ലേസ് ദേ ലീവ്, അവർ ട്രീയിലാണോ ലാൻഡിലും വാട്ടറിലുമാണോ, വാട്ടറിൽ മാത്രമാണോ, അങ്ങനെ വെച്ചാണ് അവർ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. And you may have grouped animals based on various features such as they eat, they live and color. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കളർ വെച്ച്, പിന്നെ അതുപോലെ അത് നടക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് വെച്ച്, നടക്കുവാണോ, ഫ്ലൈ ചെയ്യുവാണോ, ഓടുവാണോ, അങ്ങനെ. What is the importance of grouping? Grouping make it easier to understand and study plants and animals on the basis of similarities and difference. Grouping എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. അതായത് സിമിലാരിറ്റീസും ഡിഫറൻസസും വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിനെ ആനിമൽസിനെ തിരിച്ചറിയാൻ പറ്റും. ആൻഡ് യു വിൽ ലേൺ മോർ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രൂപ്പിംഗ് ഇൻ ഡെയിലി ലൈഫ്സ് ഇൻ ദ ചാപ്റ്റർ മെറ്റീരിയൽസ് അറൗണ്ട് അസ്. മെറ്റീരിയൽസ് അറൗണ്ട് അസ് എന്ന ചാപ്റ്റർ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. ഹൗ ടു ഗ്രൂപ്പ് പ്ലാന്റ്സ്. You must have noticed the plants show variation in the features, stem, leaf, flowers and more. The stem different plants is thickest, highest thickness and hardness, while the leaves have shape, color, size and arrangement. നമ്മൾ പറഞ്ഞതാണിത്. So you might have also learned the earlier classes the plants can be grouped in herbs, shrubs and trees. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് അല്ലേ, herbs, shrubs and trees എന്നുള്ള. Let us go on nature walk again for some more interesting. Look closely to the height of the different plants. അല്ലേ, ഓരോ പ്ലാന്റിനും ഓരോ ഹൈറ്റ്. ട്രീസിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടാവും, പക്ഷെ ചിലതിനൊന്നും അത്ര ഹൈറ്റ് കാണത്തില്ല. സ്റ്റെം, ചിലതിൻ്റെയൊക്കെ സ്റ്റെം ബ്രൗൺ ആയിരിക്കും, ചിലത് ഗ്രീൻ ആയിരിക്കും. ടച്ച് ആൻഡ് ഫീൽ ദ സ്റ്റെം ആൻഡ് സം സ്റ്റെം ക്യാൻ ബെൻഡ് ദം ജെന്റ്ലി. പതിയെ വളയ്ക്കാൻ പറ്റും, പക്ഷെ എല്ലാത്തിനും സ്റ്റെം നമുക്ക് വളയ്ക്കാൻ പറ്റത്തില്ല, വളച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ഓൾസോ ഒബ്സർവ് ദം ഫ്രം ബ്രാഞ്ചസ് ഓഫ് ദ പ്ലാന്റ്സ് റൈസസ്. പിന്നെ അതുപോലെ ബ്രാഞ്ചസ് വെദർ ദേ റൈസ് ക്ലോസ് ടു ദ ഗ്രൗണ്ട് ഓർ ഹൈറ്റ് ഫ്രം ദ സ്റ്റെം. ഇനി ചിലതിൻ്റെയൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നേ നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ചെറിയൊരു സ്റ്റെം ഇങ്ങനെ കിളിച്ച് വേറെ വേറെ ബ്രാഞ്ചസ് ആയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ചിലതൊക്കെ ആണെങ്കിൽ അങ്ങ് മുകളിൽ ചെന്നിട്ട് ഇവിടെ ആയിരിക്കും ബ്രാഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. നെയിം ഓഫ് ദ പ്ലാന്റ്, അതിൻ്റെ ഹൈറ്റ്, ഷോർട്ട് ആൻഡ് മീഡിയം, ടോൾ. പിന്നെ നേച്ചർ ഓഫ് സ്റ്റെം, ഗ്രീൻ ആണോ ബ്രൗൺ ആണോ അതിൻ്റെ കളർ, ടെൻഡർ ആണോ. ടെൻഡർ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞത്, സോഫ്റ്റ് എന്നർത്ഥം. ഹാർഡാണോ, തിക്കാണോ, തിന്നാണോ, കനമുള്ളതാണോ കനമില്ലാത്തതാണോ. അപ്പറൻസ് ഓഫ് ബ്രാഞ്ച് എവിടെയാണെന്നാണ്, താഴേന്ന് കിളിക്കുന്നുണ്ടോ അതോ
ഉയരത്തിൽ നിന്നാണോ? നെയിം ദ പ്ലാന്റ് ഇൻ ദ ഗ്രൂപ്പ്. ട്രീ ആണോ, ഷ്രബ് ആണോ, ഹെർബ് ആണോ എന്ന് നോക്കണം. നോക്കിക്കേ, ഈ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നത് ട്രീ എന്ന് പറഞ്ഞാൽ ടോളാണ്, അതിൻ്റെ സ്റ്റെം ബ്രൗൺ കളറാണ്, ഹാർഡാണ്, തിക്കാണ്. അതിൻ്റെ ഹയർ അപ്പ് ഇൻ ദ സ്റ്റെമ്മിലായിരിക്കും ബ്രാഞ്ച്. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സാണ് വെരി ടോൾ, ഇറ്റ്സ് സ്റ്റെം ഈസ് ബ്രൗൺ, ഹാർഡ് ആൻഡ് തിക്ക്, ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കമ്മിങ് ഫ്രം ഹയർ അപ്പ് ഓൺ ദ സ്റ്റെം. ഈ റോസ് ആണേലോ, അതിന് ഹൈറ്റ് മീഡിയം ആയിരിക്കും, ബ്രൗൺ ആയിരിക്കും, ഹാർഡ്, തിന്ന്, എന്താണ് പിന്നെ വളരെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സ്റ്റെമ്മ് ബ്രാഞ്ചസ് ഉണ്ടാവും. സോ അതിനെ നമ്മൾ ഷ്രബ്സ് എന്നാണ് പറയുന്നത്. ഷ്രബ്സിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ എന്താണ്? മീഡിയം ഹൈറ്റ് ആണോ, വലിയ ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ ബ്രൗൺ കളറാണ് സ്റ്റെം, ബ്രൗൺ, ഹാർഡ്, തിൻ സ്റ്റെം, തിക്കല്ല, തിൻ, ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കമ്മിങ് ഫ്രം വെരി ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ഇനി ഹെർബ് ആണെങ്കിലോ, ഹെർബ് ആണെങ്കിൽ ടൊമാറ്റോ ഒരു ഹെർബിന് എക്സാമ്പിളാണ്. ഇറ്റ്സ് ഹൈറ്റ് ഈസ് വെരി ഷോർട്ട് ആൻഡ് സ്റ്റെം ഈസ് ഗ്രീൻ, ടെൻഡർ, വെരി സോഫ്റ്റ് ആണ് അതിൻ്റെ സ്റ്റെമ്മ്, തിന്നാണ്, അതിൻ്റെ ബ്രാഞ്ചസ് എവിടെ നിന്നാണ്? വെരി ക്ലോസ് ടു ഗ്രൗണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഷ്രബ്സ് ആണോ, ഹെർബ്സ് ആണോ, ട്രീ ആണോ എന്ന് നമുക്ക് കാണുമ്പം തന്നെ ഓരോ പ്ലാന്റ്സും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. What is the difference do you observe in herbs, shrubs and trees? How can you group the plants? Okay, some plants grow really tall and have hard, thick, brown and woody stem. Their branches typically start higher up in the stem and away from the ground. These plants are called trees. കണ്ടോ? ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ട്രീസ്. അതിന് നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും, ഹാർഡ്, തിക്ക്, ബ്രൗൺ ആൻഡ് വുഡി, നല്ല തടിയായിരിക്കും. ബ്രാഞ്ചസ് എല്ലാം മുകളിൽ ചെന്നിട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളതിന് നമ്മൾ ട്രീസ് എന്നാണ് പറയുന്നത്. ഷ്രബ്സ് എന്ന് പറഞ്ഞാലോ, അതിനത്രയ്ക്ക് ഹൈറ്റ് ഉണ്ടാകത്തില്ല, പിന്നെന്താണ്, ബ്രൗൺ വുഡി സ്റ്റെം ആണ്, സ്റ്റാർട്ട് ബ്രാഞ്ചിങ് വെരി ക്ലോസ് ടു ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ബ്രാഞ്ചസ് ഉണ്ടാവും. ദ സ്റ്റെം ഈസ് ഹാർഡ് ബട്ട് നോട്ട് തിക്ക് ആസ് ദ സ്റ്റെം ഓഫ് ദ ട്രീ. ചെറിയ കനമുണ്ടെങ്കിലും ഒരിക്കലും എന്താണ്, മരത്തിൻ്റെ കൂടെ വലിയ തടിയാവത്തില്ല. അതിനെ നമ്മൾ ഷ്രബ്സ് എന്നാണ് പറയുന്നത്. ദെൻ സം പ്ലാന്റ്സ് ആർ ടിപ്പിക്കലി സ്മോൾ ബട്ട് സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെം, ദേ ആർ കോൾഡ് ഹെർബ്സ്. ഇനി തീരെ ചെറിയ, അധികം ഹൈറ്റുമില്ല, സോഫ്റ്റ് സ്റ്റെമ്മുമാണ്, അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെർബ്സ്. ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ പ്ലാന്റ്. ഇനി ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും ഉണ്ട് കേട്ടോ. ഈ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും വീക്ക് സ്റ്റെം ഉള്ളവരാണ്, അതായത് അവർക്ക് സപ്പോർട്ട് വേണം. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നടക്കണമെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ കൈക്ക് പിടിക്കണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് വേണം. ക്ലൈംബേഴ്സാണ് ക്ലൈംബ് ചെയ്യുന്നത്, അതായത് നമ്മളൊരു സ്റ്റാൻഡ് വല്ലതും ഒരു എന്തിൻ്റെയും ഇങ്ങനെ ചുറ്റി 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 മുകളിലോട്ട് പടരുന്നതാണ് ക്ലൈംബേഴ്സ്. ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രീപ്പിംഗ് ക്രൗളീസ് എന്ന് വരില്ലേ, ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ക്രീപ്പ്, ഇങ്ങനെ, അതായത് എന്ന് വെച്ചാൽ എന്താ, തറയിൽ കൂടെ പടർന്നു പോകുന്ന പ്ലാന്റ്സ്. അപ്പം നമ്മൾ പീ പ്ലാന്റ് ഒക്കെ ഇല്ലേ, പയറ് ചെടി, അതിനിങ്ങനെ നമ്മൾ പാവല, ബിറ്റർ ഗാർഡ്, ഇതൊക്കെ ഇങ്ങനെ കമ്പ് നാട്ടിയിട്ട്, അതെന്താണ്, ക്ലൈംബേഴ്സ്. ഇനിയും തണ്ണിമത്തനൊക്കെ ഇല്ലേ, വാട്ടർമെലൺ, അത് നമ്മൾ താഴെയാണ്, കുക്കുംബറും ഒക്കെ ഇങ്ങനെ ഗ്രൗണ്ടിൽ പടത്തിയാണ് വിടുന്നത്. ഗ്രൗണ്ടിൻ്റെ സപ്പോർട്ടാണ് അതിനുള്ളത്. മറ്റേതിനാണെങ്കിൽ ഏതെങ്കിലും ഒരു തടിയോ കമ്പോ അല്ലെ മറ്റെന്തെങ്കിലും ചെടിയോ ഒക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ക്ലൈംബേഴ്സ് എന്നും ക്രീപ്പേഴ്സ് എന്നും പറയുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. ഓക്കെ.